ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോൺ ഉണ്ടാക്കി ഈ ഡ്രോൺ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അവരുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യയും അവരുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ ചരക്ക് കപ്പൽ ഒരെണ്ണം ആക്രമിക്കപ്പെടുമ്പോൾ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം ഭീകരമാണ്. ഈ കരാറിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണം നിങ്ങൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക എന്നതാണ്. അപ്പോൾ അത് അടിക്കടി തിരിച്ചടി എന്നുള്ള ലൈനിലേക്ക് ഇറാനും മാറിയിട്ടുണ്ട്. ശരിക്കും സംഘർഷം തുടങ്ങിയത് ഇസ്രായേലും ഇറാനുമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ എവിടെയായി? ഈ ചർച്ചകളുടെയോ അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെയും സെന്റർ പോയിന്റിൽ നിന്ന് ഇസ്രായേൽ മാറി. പക്ഷേ ഇസ്രായേൽ വളരെ കൃത്യമായി ആക്രമണം നടത്തുന്നുണ്ട്. ഈ സംഘർഷം ഏത് ഘട്ടത്തിൽ അവസാനിച്ചാലും അതിന്റെ അടിസ്ഥാനപരമായ ഘടകമായി പ്രവർത്തിക്കുക ഹോർമൂസ് ആയിരിക്കും. ഹോർമൂസിൽ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഇത് അടുത്ത ഘട്ടത്തിലേക്ക്, ഒരു ഘട്ടത്തിൽ നമ്മൾ റഷ്യ പിന്തുണയുമായി വരുന്നു, രണ്ട് ചേരിയിലേക്ക് ലോക രാഷ്ട്രങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യം വരെ ഈ സംഘർഷത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സംഘർഷം ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വന്നാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. US ഇറാൻ സംഘർഷം വലിയൊരു ആഗോള പ്രതിസന്ധി തന്നെയാണ് ലോകത്തെമ്പാടും ഉണ്ടാകുന്നത്. അത് എണ്ണയുടെ കാര്യത്തിലായാലും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും. ഈ സംഘർഷം മാർച്ച് മുതൽ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ഇതുവരെ അവസാനിക്കുന്നുമില്ല. എന്താണ് ഇത് ഉണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന് നമുക്ക് ബോണസ് കണ്ടലിൽ പരിശോധിക്കാം. നമ്മൾ ഫെബ്രുവരി അവസാനം അവരുടെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖോമനി US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഇത്രയും മാസം നീണ്ട സംഘർഷമാണ്. അതിനിടയിൽ നമ്മൾ ജനീവയിൽ ചെറിയ ഒരു സമാധാനത്തിൻ്റെ പൊൻകിരണം കണ്ടു. പക്ഷേ അത് ദിവസങ്ങളെ നീണ്ടുള്ളൂ. വീണ്ടും സംഘർഷം ആരംഭിക്കുകയാണ്. ഗൾഫ് മേഖലയിലൊക്കെ പ്രതിസന്ധിയാണ്. അപ്പോൾ എങ്ങനെ കാണുന്നത്? ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സമാധാന കരാർ പൊളിയാൻ കാരണം? ഈ ആക്ച്വലി സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഒരാളുകൾക്കുള്ളൊരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു മനസ്സിലാവായ്മയുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാധാന കരാർ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായ ഒരു നരേറ്റീവായിരുന്നു. കാരണം ഈ സംഘർഷം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുരോഗമിക്കും ഏറ്റവും ഒടുവിലുള്ള സംഘർഷ സമയത്തും ട്രംപിന് വലിയ വിമർശനം നേരിടുന്നുണ്ട്. അതോടെ അമേരിക്കയ്ക്ക് വലിയ വിമർശനം. അമേരിക്ക ഒരു കാര്യമില്ലാതെയാണ് വന്നിപ്പം ശരിക്കും ഇതിന്റെ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലാണ്. ഇപ്പം സംഘർഷം പുരോഗമിക്കുന്ന അല്ലെങ്കിൽ യുദ്ധസമാനമായ അവസ്ഥ നിലനിൽക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലാണ്. അപ്പം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഒരു വിഭാഗം റിപ്പബ്ലിക്കന്മാരും ഒക്കെ തന്നെ ട്രംപ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിന് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ട്രംപിന് മറുപടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരാർ ഉണ്ടായോ എന്ന് സംബന്ധിച്ച് കരാറിൽ ഇങ്ങനെ തന്നെ വ്യവസ്ഥകൾ വെച്ചൊരു കരാറിലേക്ക് പോകാം എന്നൊരാലോചന. അതെ, 14 വ്യവസ്ഥകൾ വെച്ച് നമുക്കൊരു കരാറിലേക്ക് പോകാം, അതൊരു 60 ദിവസം കൊണ്ട് അതിനെ നമുക്ക് പൂർത്തിയാക്കി ഒപ്പിട്ടെടുക്കാം എന്നൊരു പ്ലാൻ അവർ വെച്ചു, MOU വെച്ചു. പക്ഷേ ഈ MOUമായി ബന്ധപ്പെട്ട് ഇത് വിജയിക്കാത്തതിന്റെ കാരണം അമേരിക്ക എന്തിനാണ് ഈ സംഘർഷത്തിൽ വന്ന് ഇടപെടുന്നത് എന്നത് തുടക്കം മുതൽ നമ്മൾ തന്നെ ഇതിന് മുന്നേ ഒരു ബോണസ് കണ്ടിൽ നമ്മൾ ചർച്ച ചെയ്തു. അവർക്ക് എപ്പോഴും എല്ലാ യുദ്ധത്തിലും അമേരിക്കൻ താല്പര്യം നമ്മൾ പരിശോധിച്ചാൽ സാമ്പത്തികമാണ്, പ്രോഫിറ്റാണ്, ട്രേഡിന്റെ പ്രോഫിറ്റാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമൂസ് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. ഈ ഹോർമൂസ് വിട്ടുകൊടുക്കാത്തുള്ള ഒരു ഒത്തുതീർപ്പിനും അമേരിക്കയ്ക്കും താല്പര്യമില്ല. കാരണം ഈ സംഘർഷത്തിൻ്റെയൊക്കെ അടിസ്ഥാനകരമായ ഇതിൻ്റെ ഈ നമ്മൾ ഇതിൽ പറയുന്ന പോലെ ഇതിൻ്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കിഴക്കേ മൂല എന്ന് പറയുന്നത് ഈ ഹോർമൂസ് ആണല്ലോ. ഈ ഹോർമൂസ് ആര് നിയന്ത്രിക്കുമെന്നനുസരിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം. എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി അവസാനം ഈ ഇസ്രായേലും US കൂടി ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഹോർമൂസ് ശരിക്കും ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സാധനമാണോ എന്നുള്ളത് അമേരിക്ക അത് അവരുടെ സംഭവിച്ച പിഴവാണോ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും തന്ത്രങ്ങളുള്ള ഒരു രാജ്യത്തിന് അതെങ്ങനെ പിടികിട്ടാതിരിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതെ, അതിനകത്ത് രസകരമായൊരു നിരീക്ഷണം ഈ അടുത്ത് കേട്ടത്, അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അറിയില്ലായിരുന്നു ഇറാനെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിരീക്ഷണം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് തോൽപ്പിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടിയാണ് ഹോർമൂസ്. കാരണം അമേരിക്ക ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയാലും ഇറാൻ ഹോർമൂസിൽ ഉപരോധം കൊണ്ടുവന്നാലും ഹോർമൂസ് അടച്ചിട്ടാലും തത്വത്തിൽ അത് ബാധിക്കുന്നത് ലോക സാമ്പത്തിക വ്യവസ്ഥയാണ്. ഈ ലോക സാമ്പത്തിക വ്യവസ്ഥയിലുള്ള പല രാജ്യങ്ങൾക്കും ഇറാനോട് അനുകൂലപ്പെട്ട രാജ്യങ്ങളുമുണ്ട്, ഇറാൻ എതിർക്കുന്ന രാജ്യങ്ങളുമുണ്ട്, അമേരിക്ക അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഇവരുടെയൊക്കെ സാമ്പത്തിക മേഖല ഇവിടുത്തെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് എണ്ണയായാലും മറ്റ് അവശ്യ വസ്തുക്കളായാലും അസംസ്കൃത വസ്തുക്കളായാലും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഗ്യാസിൻ്റെ വില കൂടിയത് ഹോർമൂസ് അടച്ചപ്പോഴാണ്.
അപ്പോൾ അങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭയങ്കര കീ പോയിന്റാണ് ഇത് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇതിപ്പോൾ വിട്ടുകൊടുക്കാൻ അമേരിക്കൻ തയ്യാറല്ല, ഇറാനും തയ്യാറല്ല. അത് വേണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അമേരിക്കൻ തയ്യാറല്ലാത്തതാണ് അടിസ്ഥാനപരമായി ആ കരാർ യാഥാർത്ഥ്യമാവാതെ പോയത്. ഇതിൽ പിന്നെ ഇറാൻ ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വം കളിക്കുകയാണ്. അത് അവർ ഓരോ സ്റ്റെപ്പും വളരെ പിന്നെ കണക്കുകൂട്ടി വയ്ക്കുന്നു എന്ന് പറയുന്നത്. ഈ നമ്മൾ ഈ ടോള് എന്ന് പറയുന്നത് ഇത്രയും കാലം ഫ്രീ ആയിരുന്നു ഹോർമൂസ്. പക്ഷേ ഇറാൻ ടോൾ ഏർപ്പെടുത്തി. അമേരിക്ക അത് ബ്ലോക്ക് ചെയ്യാൻ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇവർ ടോൾ വാങ്ങുന്നത് ക്രിപ്റ്റോ കറൻസിയിലും മറ്റ് ബാങ്ക് ഇടപാടിലും ഒക്കെയാണ് പണം വാങ്ങുന്നതെന്ന് പറയുന്നത്. അതായത് ആരോ എഴുതിയത് ഞാൻ വായിച്ചതാണ്. അതായത് ഏതാണ്ട് ഒരു 1,00,000 താഴെ വില വരുന്ന ഒരു 2 ഡ്രോൺ ഇവർ പിന്നെ കിഴക്കൻ തീരത്ത് നിന്ന് ഇതിലെ ഒരു കപ്പൽ പോകുമ്പോൾ വിട്ടാൽ ഡാമേജ് ഉണ്ടാക്കാം. ആ ഒരു ഡാമേജിന് ഒരു കമ്പനിയും തയ്യാറാവില്ല. അവരതിന് എന്താ പിന്നെ കൊടുക്കേണ്ടത്, മണി കൊടുക്കേണ്ടത്, അത് ഏത് രീതിയിലാണെങ്കിലും കൊടുത്ത് സെറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അവിടെയാണ് ഇതിൻ്റെ ഈ ഹോർമൂസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിലനിൽക്കുന്നത്. നമുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോൺ ഉണ്ടാക്കി ഈ ഡ്രോൺ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അവരുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യയും അവരുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ ചരക്ക് കപ്പൽ ഒരെണ്ണം ആക്രമിക്കപ്പെടുമ്പോൾ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം ഭീകരമാണ്. അത് മാത്രമല്ല, അവരുടെ കൺസൈൻമെൻറ്റുകൾ അവർക്ക് ലഭിക്കാതെ വരും. ഈ ഹോർമൂസിൽ വഴിയുള്ള ചരക്ക് കപ്പൽ നീക്കത്തിന് കമ്പനി, ഇപ്പോൾ MSC പോലുള്ള കമ്പനികളൊക്കെ വലിയ കമ്പനികളുണ്ട്. കഴിഞ്ഞ ദിവസം UAE കപ്പൽ ആക്രമിക്കപ്പെട്ടു, അതിനു മുന്നേ സൈപ്രസിൻ്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടു. അപ്പം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോലും ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയാണ്. നമ്മൾ ഒരു തരത്തിലും നമ്മുടെ നിലപാടും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് സംഘർഷത്തിൽ ഇടപെടുന്നില്ല. നമ്മൾ ഈ സംഘർഷത്തിലൂടെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. പക്ഷേ നമ്മുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു, നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട എണ്ണ കെട്ടിക്കിടക്കുന്നു, നമ്മുടെ ജീവനക്കാർ, നമ്മുടെ സൈനികർ അവിടെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു, നമ്മുടെ നാട്ടിൽ നിന്നും ജോലി തേടിപ്പോയ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് അവസാനിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് അവസാനിപ്പിക്കാൻ ഹോർമൂസിൽ എന്ത് നിലപാടെടുത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ സംഘർഷം അവസാനിക്കൂ എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിലും തോന്നുന്നത്. ഈ ആഗോളതലത്തിൽ ഈ ബ്ലോക്കേജ് വന്നതോടെ ട്രംപും മനസ്സിലാക്കി ഇത് എന്തോ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് നിയന്ത്രണം കിട്ടണം. കാരണം അതിനുകൂടിയാണ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഈ സമാധാന കരാർ എനിക്ക് തോന്നിയത് പിന്നെ ഈ അവരുടെ പരമോന്നത നേതാവിൻ്റെ സംസ്കാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും പിന്നീട് ഈ അമേരിക്കയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടാനും ഒക്കെ ആയി നടത്തിയ ഒരു പ്രവർത്തനമാണ് എന്ന് പറയാം. പിന്നെ ചിലർ പറയുന്നത്, ചിലരല്ല, അമേരിക്കയിലെ ഇപ്പം പിന്നെ പല പേപ്പറുകളും ഈ സ്വതന്ത്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് വിചാരിച്ചാൽ ട്രംപ് ഇതിലൂടെ വലിയ കച്ചവടം നടത്താം. ട്രംപിനെ അനുകൂലിക്കുന്നവരൊക്കെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ വലിയ കച്ചവടം നടത്തുന്നു. ഇന്ന് ട്രംപ് പറയുന്നു, നാളെ സമാധാന കരാർ ഇത്ര ദിവസമുള്ളൂ, ഓഹരി വിപണി അതിനനുസരിച്ച് നീങ്ങും, ഇത് മുൻകൂട്ടി അറിയാവുന്നവരുണ്ടാവും, പണം ഇറക്കും, വാങ്ങും, അങ്ങനെയൊക്കെ ചെയ്യും, ഈ കച്ചവടം നടക്കും. ഈ കച്ചവടം നടക്കുന്നത് ട്രംപിനെ അനുകൂലിക്കുന്നവർക്ക് നേരത്തെ അറിയാവുന്നു. അങ്ങനെ സംശയാസ്പദമായ പല കച്ചവടവും എണ്ണ ബോണ്ടിലും മറ്റ് ഓഹരികളിലും നടന്നിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ABC ന്യൂസൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അന്വേഷണം വേണമെന്ന് അവിടുത്തെ ഡെമോക്രാറ്റുകളടക്കം പറയുന്നുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇതിനകത്തുണ്ട്. ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇങ്ങനൊരു സമാധാന കരാർ വന്നതുകൊണ്ട് സംഭവിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഏറ്റവും പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞു. അതിൽ കൃത്യമായ കാര്യങ്ങൾ നടന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് സേഫായി ആ സ്ഥാനം കഴിഞ്ഞു. അത് കഴിയുമ്പോഴേക്കും വീണ്ടും സംഘർഷത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പം നിലവിൽ ഇറാൻ്റെ നിലപാട് ഈ വാക്ക് പാലിക്കാത്തവർ അനുഭവിക്കട്ടെ, അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കട്ടെ എന്നതാണ്. ഈ കരാറിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണം, നിങ്ങൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക എന്നതാണ്. അപ്പോൾ അത് അടിക്കടി തിരിച്ചടി എന്നുള്ള ലൈനിലേക്ക് ഇറാനും മാറിയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലാണ് ഇത് അമേരിക്കൻ ആക്രമണമാണ്, ഒരു നിയന്ത്രിത ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. പണ്ട് നമ്മളിത് തുടക്കത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇവർ പിന്നെ പരക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കുറച്ച് നാൾ. ആ രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. ഇപ്പം കൃത്യമായിട്ട് അമേരിക്കൻ സെൻറ്ററുകളെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഒരു പേടിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പക്ഷേ ഇതിലൊരു രസകരമായ കാര്യമേ, ശരിക്കും സംഘർഷം തുടങ്ങിയത് ഇസ്രായേലും ഇറാനുമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ എവിടെയായി? ഈ ചർച്ചകളുടെയോ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൻ്റെയും സെൻറ്റർ ഓഫ് പോയിന്റിൽ നിന്ന് ഇസ്രായേൽ മാറി. പക്ഷേ ഇസ്രായേൽ വളരെ കൃത്യമായി ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ഈ ലെബനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്.
അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ കൃത്യമായി നടത്തുന്നുണ്ട്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇത് സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ളൊരു ആശങ്ക ഇസ്രയേലിന് വന്നു. അത് അമേരിക്കയായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഒരു പിന്നെ പ്രശ്നത്തിലേക്ക് വന്നു. ഈ ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ തന്നെ ബ്രേക്കിംഗ് ന്യൂസുകളിൽ പലതും പോയിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്. അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് മറ്റ് താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് റെജീം എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ഇസ്രയേലിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രയേലിന് കീഴിലുള്ള ഇറാനിൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ലെബനന്റെ അധികാരം പിടിക്കുക, ഈ ഹെസ്ബുള്ളയെ തകർക്കുക, ഇങ്ങനെ തുടങ്ങി അവർക്ക് നിക്ഷിപ്തമായ മറ്റു ചില താല്പര്യങ്ങളുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് അമേരിക്ക പ്രവർത്തിച്ചത്. അമേരിക്ക ലെബനനിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, ഹെസ്ബുള്ള ആക്രമിക്കരുതെന്ന് പറയുന്നു. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആ പ്രശ്നം ഇസ്രയേൽ നിലവിൽ ഈ ഇസ്രയേൽ അമേരിക്ക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലും നമുക്ക് വേണമെന്ന്. ഇറാന് പിന്നെ പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണ് ഇപ്പോഴത്തെ ആക്രമണത്തിൽ വഹിക്കുന്നതെന്ന് തോന്നുന്നത്. ഒന്ന്, ഈ അമേരിക്കയ്ക്ക് ഈ ഇതിലുള്ള ചെലവ്, ട്രംപ് പറയുന്നുണ്ട് ഈ യുദ്ധത്തിന് ഇത്ര ചിലവുണ്ട്, ഈ ചിലവ് അങ്ങ് വർദ്ധിപ്പിക്കുക. പിന്നെ ഗൾഫ് രാജ്യങ്ങളെ വെച്ച് ഈ വൻ സമ്മർദ്ദം ഉണ്ടാക്കുക. പിന്നെ ആഗോള എണ്ണ വിപണിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുക. ഇതൊക്കെ വരുമ്പോൾ ഈ ആഗോള എണ്ണ വിപണിയിൽ സമ്മർദ്ദമാണല്ലോ ഈ ചെറിയ രീതിയിലെങ്കിൽ ജനീവയിൽ ഈ പീസിലേക്ക് വന്നത്. അപ്പോൾ ഇവരിപ്പോൾ പൂർണ്ണ യുദ്ധമല്ല, ഒരു നിയന്ത്രിത യുദ്ധം. അതേസമയം ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഈ അമേരിക്ക പൂർണ്ണമായി ഇറങ്ങണം. അമേരിക്കയ്ക്ക് ഇതിൽ റിസ്ക് അറിയാം. ആ റിസ്ക് അറിയുന്നതുകൊണ്ട് അവർ പിന്നെ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവുക എന്ന് പറയും. ഇത് കുറേ കാലം നീണ്ടുനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ സംഘർഷം ഏത് ഘട്ടത്തിൽ അവസാനിച്ചാലും അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകമായി പ്രവർത്തിക്കുക ഹോർമൂസ് ആയിരിക്കും. ഹോർമൂസിൽ ഉണ്ടാകാൻ പോകുന്ന ഈ സമവായം എന്താണോ അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണോ, ആ ഇക്വേഷനാണ് ഈ സംഘർഷത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലെത്തുക. അതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇടപെടുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഗൾഫിലുള്ള താവളങ്ങൾ ആക്രമിക്കുന്നത്. പക്ഷെ അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്കകത്ത് ഇപ്പോൾ വ്യാപാര ബന്ധങ്ങൾ ഉണ്ട്, ആളുകൾ പോയി തൊഴിലെടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കകത്ത് എന്ത് സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം അതുപോലെ തന്നെ ഈ സമ്മർദ്ദ തന്ത്രം ഫലിച്ചില്ലെങ്കിൽ, ഹോർമൂസിൻ്റെ തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ, ഇത് അടുത്ത ഘട്ടത്തിലേക്ക്, ഒരു ഘട്ടത്തിൽ നമ്മൾ റഷ്യ പിന്തുണയുമായി വരുന്നു, 2 ചേരിയിലേക്ക് ലോക രാഷ്ട്രങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യം വരെ ഈ സംഘർഷത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സംഘർഷം ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വന്നാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ അപ്പുറത്ത് മറുവശത്ത് യുക്രൈനും റഷ്യയും തമ്മിൽ കാലങ്ങളായി, ഒരു 1.5 വർഷത്തിന് മുകളിലായി സംഘർഷം നടക്കുന്നുണ്ട്. ആ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അതിൽ നമ്മളതിന് വലിയ വാർത്തകളായി അറിയാത്തത് അത് ആ ഗ്രാവിറ്റിയിൽ വാർത്തകളാവാത്തത് കൊണ്ടാണ്. പക്ഷെ അവിടെ വലിയ രീതിയിൽ ആൾനാശം സംഭവിക്കുന്നുണ്ട്. ഇത് ഇപ്പം നോക്കൂ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. അയാൾ UAE-യിലുള്ള ഒരു കപ്പലിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അയാൾ ഈ സംഘർഷത്തിൽ എന്താണ് ചെയ്തത്? ഇത്തരത്തിലുള്ള മനുഷ്യർ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവൻ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് വളരെ ചുരുക്കം ചില രാജ്യങ്ങളാണ്. അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് മറ്റ് ആളുകൾ, ഇറാൻ്റെയൊക്കെ പ്രതിനിധികൾ പറയുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കും മറ്റുള്ളവർ ഇതിനകത്ത് ഈ മുൻകൈ എടുക്കാത്തത് എന്നതിലൊരു സംശയം നിലനിൽക്കുന്നു. ഇതിൽ വേറൊരു പ്രധാന കാര്യമുള്ളത് ഇസ്രയേലിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അത് നെതന്യാഹുവിനെ സംബന്ധിച്ച, കാരണം ഈ യുദ്ധത്തിലേക്കെല്ലാം നീങ്ങിയതിൻ്റെ ഒരു പ്രധാന കാരണം നെതന്യാഹു ആണെന്നാണ് ആഗോള മാധ്യമങ്ങളിൽ. ശരിയാണ്. അപ്പോൾ ആ നെതന്യാഹു ആണ് എന്നുള്ളത്. അപ്പോൾ ആ നെതന്യാഹുവിൻ്റെ ഭാവി എന്താവും എന്ന് പറയും. ഇപ്പോൾ അടുത്ത ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതെങ്ങനെ സ്വാധീനിക്കും ആ യുദ്ധത്തെ? നിലവിൽ ഇസ്രായേലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിൻ്റെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ഇസ്രായേലിന് പൊതുവിൽ ഇതിനകത്തൊരു ഏകപക്ഷീയമായ നിലപാടാണ് എല്ലാ കാലത്തും. ഇറാനോടുള്ള നിലപാട് അവരുടേത് പൊതുവാണ്. ഭരണാധികാരി ആരാധനുള്ളതനുസരിച്ചല്ല, അത് പൊതുവായൊരു നിലപാടാണ്. പക്ഷേ നെതന്യാഹുവും ട്രംപും തമ്മിലുണ്ടായിരുന്ന ബന്ധം നമുക്കറിയാം. ഒരുപക്ഷെ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ അത് വലിയ ബന്ധം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നെതന്യാഹുവിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, മോദി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ സമീപകാലത്ത് വലിയ ശക്തിപ്പെടുന്ന സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായി നെതന്യാഹു മാറുന്നതുകൊണ്ട് ഇറാനോടുള്ള നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നെതന്യാഹു ജയിച്ചാലും തോറ്റാലും അല്ലെങ്കിൽ മാറിയില്ലെങ്കിലും സംഭവിക്കാവുന്ന നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടുത്തൊരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, അടുത്തൊരു പ്രധാനമന്ത്രി ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാളും
ഈ അമേരിക്കയുമായി ഉള്ള അടുപ്പം എങ്ങനെയായിരിക്കും, നിലപാട് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പം അമേരിക്ക പറയുന്നതനുസരിച്ച് ലെബനിൽ വെടിവെക്കടാന്ന് പറയുമ്പോൾ വെടിവെക്കാനും, വെടിവെക്കേണ്ടെന്ന് പറയുമ്പോൾ വെടിവെക്കാതിരിക്കാനും അതിനൊരു മറ്റൊരു തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരാളല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പോകാൻ സാധ്യത. ഈ നെതന്യാഹുവിന്റെ പാർട്ടിയ ലിക്വിഡ് പാർട്ടി ഒരു കാലത്ത് അവിടെ ഒറ്റയ്ക്ക് ഭരിച്ച, അതെ അതെ ഇപ്പോൾ സഖ്യകക്ഷികളുമായിട്ടാണ് ഭരിക്കുന്നത്, തീവ്ര ഇടത് സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇലക്ഷനിൽ ഇതുവരെ വന്ന വാർത്തകൾ പ്രകാരം ഈ ദേശീയ സുരക്ഷ, ഇറാനുമായിട്ടുള്ള യുദ്ധം, ഗാസയിലെ യുദ്ധം, ഇതൊക്കെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയമാവുന്നത്. പക്ഷെ ഇതിലൊരു അനുകൂല ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആഗ്രഹിച്ചത് നടന്നു. വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള രാജ്യങ്ങളിൽ, സംഘടനകളിൽ വളരെ ചുരുക്കം സംഘടനകളാണ് ഇപ്പോഴും ഗാസയ്ക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് തെരുവുകളിൽ പ്രതിഷേധിക്കുന്നത് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടി പ്രതിഷേധിക്കുന്നത്. ബാക്കിയെല്ലാവരും ആ യാഥാർത്ഥ്യം അംഗീകരിച്ചതുപോലെയാണ്. അവിടെ മരിച്ച കുഞ്ഞുങ്ങളെക്കുറിച്ചോ അവിടെ നഷ്ടപ്പെട്ട ജീവനുകളെക്കുറിച്ചോ സംവിധാനങ്ങളെക്കുറിച്ചോ നമ്മളാരും വാർത്തകൾ പോലും ഇപ്പം അങ്ങനെ വരുന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ടുകളില്ല. അപ്പോൾ അത് ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചു. ഈ കുറേ തവണ ഇത് ആവർത്തിച്ചാൽ അത് അംഗീകരിക്കപ്പെടും എന്നുള്ള നല്ല രീതിയിൽ അത് അംഗീകരിക്കും. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിക്വിഡ് പാർട്ടിയുടെ ഒരു പ്രശ്നം അത് വലിയ തീവ്രമായി വലതുപക്ഷ ആശയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിലനിൽക്കുകയും ചെയ്യുന്ന പാർട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സാധനം ഗാസ അവർ പിടിച്ചു. ഇറാനിൽ സംഘർഷം നടക്കുന്നു, നെതന്യാഹുവിന്റെ ലീഡർഷിപ്പിലാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നെതന്യാഹുവിന് അനുകൂലമായിട്ട് ചിന്തിക്കാവുന്ന ഒരു വിഷയവും അതിനകത്ത് നിലനിൽക്കും. സർവേകളൊക്കെ നെതന്യാഹുവിന് അത്ര അത് ഈ വ്യക്തിപരമായി ട്രംപുമായിട്ടുള്ള അടുപ്പമാണ് എൻ്റെ പ്രശ്നം. ഇപ്പം നെതന്യാഹു ഒറ്റയ്ക്ക് നിന്ന് എടുത്ത തീരുമാനങ്ങളും നടപ്പാക്കിയ തീരുമാനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാത്തിൻ്റെയും ഇടയിൽ ട്രംപ് പറയുന്നുണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ചെവിക്ക് പിടിക്കാൻ അമേരിക്കയിൽ ഒരാളെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ബന്ധവുമായി ഉണ്ടായിട്ടുള്ള വിമർശനം ഇസ്രായേലിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയത് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് പോയിന്റ് ഹോർമൂസായി മാറിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പോൾ റെജീം ചേഞ്ചും വേണ്ട, അവിടെ ജനങ്ങളെ താല്പര്യം വേണ്ട, അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിപക്ഷം ഭരണത്തിൽ വരട്ടെ, അതൊന്നും വേണ്ട. അവർ നമ്മൾ ട്രംപിനെ അറിയാം, ട്രംപ് ഓരോ നിലപാട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ. കഴിഞ്ഞ ദിവസം മുപ്പര് പറഞ്ഞിട്ട് രസകരമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയത് ഖമനയുടെ ശവസംസ്കാര ചടങ്ങാണ്. അപ്പം ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പം മുപ്പര് വാർത്താ മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് മുപ്പര് പറയാം, എല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്തുണ്ട്, വേണമെങ്കിൽ നമുക്കൊരു അറ്റാക്കൊക്കെ നടത്താവുന്നതാണ്. അതായത് ഇത് അമേരിക്കൻ പ്രസിഡന്റാണ് ഇത് പറയുന്നത്. അല്ല, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സംസാരം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അല്ലെങ്കിൽ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായിരിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ ഭാവിയിലേക്ക് നോക്കിയാലേ ഈ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റു ഓപ്ഷനുകളില്ല. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കരയുദ്ധമാണെങ്കിൽ ഇനി ലോകത്ത് തന്നെ ഒരു കരയുദ്ധത്തിന് ഇനി ചാൻസുകളില്ല. ശരിക്കും കരയുദ്ധം നടത്താൻ പറ്റില്ല, ലക്ഷക്കണക്കിന് പേര് മരിക്കും. അങ്ങനെയൊന്നും നടത്താൻ അമേരിക്കയ്ക്കും താല്പര്യമില്ല, ഒരു പൂർണ്ണമായ ദേശീയ യുദ്ധം എന്നുള്ളതിലേക്ക്. അത് വരുമ്പം ഇവർക്കാകെ ചെയ്യാൻ പറ്റുന്നത് പല പ്രോക്സി രാജ്യങ്ങളെ ഇപ്പോൾ നമ്മൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയെന്നാണ്. പക്ഷേ ഇറാൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളൊന്നും ഇറാനെ അമേരിക്കയ്ക്ക് മുന്നിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പുറത്തുള്ള രാജ്യം തജിക്കിസ്ഥാൻ, തുർക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളും ചെയ്യില്ല, തുർക്കിയും ഒരു തരത്തിലും ചെയ്യില്ല. അപ്പൊ ഇതേ സംഘർഷാവസ്ഥ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് നിലനിൽക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം കൂടുതലും ഈ ലോകരാജ്യങ്ങൾക്കെല്ലാം. അതായത് ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ ബാധിക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ട്രംപിനെതിരായ ഒരു വികാരം രൂപപ്പെടുന്നു. എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് അത് അത്തരത്തിലൊരു ഇതൊരു സാമ്പത്തിക പ്രശ്നവും ഇതൊരു സാമൂഹിക പ്രശ്നവും ആയി മാറുകയും ഇത് അവസാനിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്ക് തോന്നും. ലോകരാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അതെ, അത് നമുക്ക് തോന്നും. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഗ്യാസിന് വില കൂടുകയും നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില കൂടുകയും ചെയ്യുകയും അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നിർത്തറ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പോവുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവരുടെയൊക്കെ അപ്പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ ഇടപെട്ട് ഇതിനകത്തൊരു മധ്യസ്ഥ ചർച്ച നടന്ന് കരാറിലാവട്ടെ എന്ന് മാത്രമേ. മുമ്പ് നമ്മൾ ഇത് ചെയ്തപ്പോൾ ഈ പ്രതീക്ഷയിലാണ് നിർത്തിയത്. തീർച്ചയായും. ബോണസ് കണ്ടന്റിന്റെ ഇത്തവണത്തെ എപ്പിസോഡ് പരിശോധിച്ചത് ഇസ്രായേൽ അമേരിക്ക സഖ്യം നടത്തുന്ന ഇറാൻ ആക്രമണത്തെക്കുറിച്ചാണ്. ഇതുണ്ടാക്കുന്ന ആഗോള പ്രതിസന്ധികൾ നമ്മളെ പോലും ബാധിച്ചിരിക്കുന്നു. ഈ സംഘർഷത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്.